So, heading parallel plate capacity. നമ്മൾ കപ്പാസിറ്റർ എന്നാന്ന് വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. ഇറ്റ് ഇസ് ഇലക്ട്രോണിക് ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് പാരലൽ പ്ലേറ്റ്സ് വേണം. ഇത് നമ്മളൊരു പാരലൽ പ്ലേറ്റ്സിലൊരു പ്ലേറ്റ്, രണ്ടാമതൊരു പ്ലേറ്റ് ഇവിടെ വെച്ചു. ഇവ തമ്മിൽ d ഡിസ്റ്റൻസ് അകലം ഉണ്ടെന്ന് വിചാരിക്കുക. d is the distance of separation between these two conductor plates. ഇനി ഇതിൽ നമ്മൾ പോസിറ്റീവ് സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്. സിമിലർ രീതിയിലുള്ള ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഇപ്പുറത്തെ വശത്ത്. അപ്പൊ അതിന്റെ ചാർജ് ഡെൻസിറ്റിനെ നമുക്ക് മൈനസ് സിഗ്മ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നതിന്റെ വാല്യൂ പുറത്ത് 0 ആണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഈക്വൽ ടു 0. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഇവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ അഗെയിൻ പുറത്ത് ഈ വശത്തും എ ഈക്വൽ ടു 0. എങ്കിൽ നമുക്ക് കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമുക്കറിയാം. Q ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി. അങ്ങനെ നമുക്ക് എഴുതാം സി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. അപ്പം സിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിവിടെ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കൺസിഡർ ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇപ്പം സിഗ്മ ആണ് ചാർജ് ഡെൻസിറ്റി. ഇനി ഈ ഒരു ഷീറ്റിന്റെ പ്ലേറ്റിന്റെ ഏരിയ, ക്യാപിറ്റൽ എ ഈസ് ദ ഏരിയ ഓഫ് വൺ പ്ലേറ്റ്. ഇതിന്റെ ഏരിയ എങ്ങനെ ഇരിക്കട്ടെ. ദെൻ നമുക്കറിയാം ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി വിയുടെ ഇക്വേഷൻ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പഠിച്ചപ്പം പറഞ്ഞാണ് വി ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡുമായിട്ട് റിലേഷൻ വി ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. ഇനി ഇതിന് നടുക്കത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? അറ്റ് ഇൻസൈഡ് നമുക്ക് എ എന്ന് കൊടുക്കാം. അറ്റ് ഇൻസൈഡ് ഇ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പൊ ഇതെങ്ങനെയാവും? വി ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ബി. എയും ബിയും തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് എ ആൻഡ് ബി ഇൻ ഇക്വേഷൻ നമ്പർ 1. then c equal to q, that is sigma into a divided by sigma by epsilon 0 into d. രണ്ട് സിഗ്മ തമ്മിൽ ക്യാൻസൽ ചെയ്യാം. എപ്സിലോൺ 0 റെസിപ്രോക്കൽ മുകളിൽ പോകും. സോ epsilon 0 into a divided by d. That is the value of capacitance. This is the expression. ഇതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള ഇക്വേഷൻ. അതായത് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ തന്നിട്ട് ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലെ ഒരു പ്ലേറ്റിന്റെ ഏരിയ എയും പ്ലേറ്റ് വിത്ത് ഏരിയ എ, distance of separation between the plates, distance of separation between the plates equal to d, and epsilon 0 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി അറ്റ് വാക്വം അല്ലെ. പെർമിറ്റിവിറ്റി അറ്റ് ഫ്രീ സ്പേസ് എന്ന് പറയും. ഫ്രീ സ്പേസിലെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ. ഇനി ഇവിടെ നോക്കിയാൽ ഈ എപ്സിലോൺ 0ക്ക് പകരം വേറൊരു എപ്സിലോൺ വാല്യൂ ഉള്ള ഒരു മെറ്റീരിയൽ ഇവിടെ വെക്കുവാണെങ്കിൽ ഇതിനകത്ത് കപ്പാസിറ്റൻസ് വർദ്ധിപ്പിക്കാം. അപ്പം എന്തെങ്കിലും ഒരു മെറ്റീരിയൽ
ഇതിനിടയ്ക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജിന്റെ അളവ് വർദ്ധിപ്പിക്കാം. അങ്ങനെ ഇപ്പം എപ്സിലോൺ ഉള്ള പെർമിറ്റിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ വെക്കുന്നതെന്ന് കരുതുക. അപ്പൊ എങ്ങനെയാ ഇക്വേഷൻ? സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഡി. സോ ഫൈനലി ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. അവിടെ എ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റിന്റെ ഏരിയ, പിന്നെ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഇത് എവിടെ വെച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിക്കുന്നില്ല, എത്ര വോൾട്ട് കൊടുക്കുന്നു എന്ന് ആശ്രയിക്കുന്നില്ല. ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ നടുക്കിരിക്കുന്ന മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി, ഈ മീഡിയത്തിന്റെ. ഇവിടെ ഇപ്പൊ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ എയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ വാക്വമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് എപ്സിലോൺ 0 വന്നത്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുതലുള്ള ഏതെങ്കിലും ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പോളാർ മെറ്റീരിയൽ ആയിരിക്കണം. ഫീൽഡ് കൊടുക്കുന്നതനുസരിച്ച് ചാർജുകളെ ഓരോ വശത്തേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഏതെങ്കിലും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടിയ മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജിന്റെ അളവും കൂട്ടാം. നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ചാർജ് ചെയ്തെടുക്കാനുള്ള പ്രോപ്പർട്ടിയും വർദ്ധിപ്പിക്കും. ഡെറിവേഷൻ നോക്കിയാൽ ക്യൂ ഈക്വൽ ടു സി വി, നേരെ സി എഴുതി ക്യൂ ബൈ വി. അതിനകത്ത് ക്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്യൂ എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ, ടോട്ടൽ ചാർജ് ആ ക്യൂ. അപ്പം സിഗ്മ ഇൻറ്റു എ. ഇനി വിയുടെ ഇക്വേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു, ഇപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകാൻ ഡി ഡിസ്റ്റൻസ് വരെ ഉണ്ടെങ്കിൽ ഇ ഇൻറ്റു ഡി എന്നാണ്. നമ്മൾ അല്ലെങ്കിൽ ലെങ്ത് എല്ലാണെങ്കിൽ ഇ ഇൻറ്റു എൽ എന്ന് എഴുതാം. ഇ ഇൻറ്റു എൽ, വിയുടെ ഇക്വേഷൻ ഇങ്ങനെ ഈ ഇക്വേഷൻ എടുക്കണം. ദെൻ ഇയുടെ വാല്യൂ എന്നാണ്? ഇ എന്ന് പറയുന്നത് ചാർജ് സ്റ്റോർ ചെയ്യുന്നത് നടുക്കത്തെ പോയിന്റ് ആയതുകൊണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റിനെ പി ക്യൂ ആർ എന്ന് എടുത്തു കഴിഞ്ഞാൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലാണ് ചാർജ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് വേണ്ടത്. ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഒരു ഇൻഫിനിറ്റ് പ്ലേറ്റ് ഷീറ്റിന്റെ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അങ്ങനെ രണ്ട് പ്ലേറ്റിന്റെ എടുത്തിട്ട് നമ്മൾ കൂട്ടിയെടുത്ത് ഉള്ള ഡെറിവേഷൻ ചെയ്തതാണ്. അതിനകത്ത് കിട്ടും വാല്യൂ ആണ് സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പൊ വി ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ക്യൂവിലേക്ക് വാല്യൂ ക്യാൻസൽ ചെയ്യുന്നു, നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നു. സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എ ബൈ ഡി, where epsilon 0 is the permittivity of free space, A is the area of the plate, and D is the distance of separation between the plates. Now, the SI unit of capacitance, that is equal to farad. Farad ആണ് capacitance C യുടെ SI unit. Clear അല്ലേ? ഇപ്പൊ നോക്കിയാൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ചോദ്യമാണ്. ഇതേതാ 2011 മാർച്ചിലെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്തെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? റൈറ്റ് ദ SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. നമുക്കറിയാം ഫാരഡ്. ഇനി ചോദിച്ചിരിക്കുകയാണ് ആൻഡ് ഡിഫൈൻ ഇറ്റ്. അപ്പൊ ഫാരഡ് എന്നാന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഫാരഡ് എന്നാന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ തിരിച്ചത് യൂണിറ്റ് ആണെന്ന് പറയുമല്ലോ. വേണ്ട, 1 ഫാരഡ് എന്നാന്ന് ഡിഫൈൻ ചെയ്യും. Q is equal to CV, C equal to Q by V. എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ യൂണിറ്റ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 1 ഫാരഡ് ഈക്വൽ ടു 1 കൂളോം ബൈ 1 വോൾട്ട്. 1 ഫാരഡ് ഈ വശത്ത് വന്നു. 1 ഈക്വൽ ടു 1 by 1, that is equal to 1, 1 equal to 1. So 1 ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ആ കപ്പാസിറ്ററിന്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്. ഇറ്റ് ഈസ് എ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ദാറ്റ് ഈസ് ചാർജ്. എത്ര ചാർജ് ഉണ്ടായിരിക്കണം? ആ കപ്പാസിറ്ററിൽ എത്ര ചാർജ് ഉണ്ടായിരിക്കണം? 1 കൂളോം ചാർജും ആ പ്ലേറ്റുകൾ തമ്മിൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടേജും ആണെങ്കിൽ ആ കപ്പാസിറ്ററിന് അപ്പോൾ ഉള്ള കപ്പാസിറ്റൻസ് ആണ് 1 ഫാരഡിന്റെ ഡെഫിനിഷൻ. സോ 1 കൂളോം ചാർജ് ഉള്ള കപ്പാസിറ്ററിലേക്ക് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ
ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണ് 1 ഫാരഡ്. സോ 1 ഫാരഡ് ഈസ് ഡിഫൈൻഡ് ആസ് it is a capacitance of a capacitor that has charge of 1 coulomb in an applied voltage 1 volt. അല്ലെങ്കിൽ when a applied voltage drop of 1 volt. മനസ്സിലായോ? ചോദ്യം ചോദിച്ചതാണ്, അതങ്ങനെ എഴുതണം കേട്ടോ. തിരിച്ച് മറ്റേപ്പാട് പറഞ്ഞ പോലെ പറയരുത്. നമ്മൾ ആ എപ്സിലോൺസിലൂടെ ഒക്കെ വാല്യൂ എഴുതുന്നത് ഏതെങ്കിലും ഒരു ഇതിന്റെ യൂണിറ്റോ ഇതോ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ള വാല്യൂസിനെ അപ്പുറേ കൊണ്ടുവച്ച് എല്ലാത്തിനും 1 അല്ലെ യൂണിറ്റ് വാല്യൂ കൊടുത്തിട്ട് ഡിഫൈൻ ചെയ്താൽ മതി കേട്ടോ. നോട്ട് ചെയ്തത്. സോ നെക്സ്റ്റ് ഹെഡിങ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇപ്പൊ നമ്മൾ റെസിസ്റ്ററിനാണേലും കപ്പാസിറ്ററിനാണേലും നമുക്കറിയാം, നമുക്ക് കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് ഘടിപ്പിക്കാം അല്ലെങ്കിൽ പാരലൽ ആയിട്ട് ഘടിപ്പിക്കാം. ആദ്യം നമുക്ക് സീരീസ് കോമ്പിനേഷൻ നോക്കാം. 1, 2 അല്ലെ 3 എടുത്തേക്കാം. 1, 2, 3. ഗ്യാപ്പ് വരെ എനിക്ക് കപ്പാസിറ്റർ വരയ്ക്കാനാട്ടോ. മൂന്ന് കപ്പാസിറ്ററുകള് കപ്പാസിറ്റർ നമ്മൾ ബാറ്ററി വരയ്ക്കുന്ന പോലെ വരയ്ക്കും, പക്ഷെ രണ്ടെണ്ണത്തിനും ഒരേ ലെങ്ത് ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ്. ഇടയുടെ ആവശ്യമില്ല. ബാറ്ററി വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ്. വലുത് പോസിറ്റീവും ചെറുത് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എല്ലാം ഒരേ ഹൈറ്റ് കൊടുക്കണം. ചെരുവൊന്നും ഇല്ലാതെ വരയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നോക്കിയേ, സീരീസ് കോമ്പിനേഷൻ. ഫസ്റ്റ് വൺ, സീരീസ് combination of capacitor. Consider 3 capacitors C1, C2, C3. ഇനി ഇവിടെ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കണം ഇതിലോട്ട്. ഇവിടെ നമുക്കൊരു വോൾട്ടേജ് അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് ബാറ്ററി ആയിട്ടോ വോൾട്ടേജ് ആയിട്ടോ എഴുതാം. ലെറ്റ് V is the voltage applied through this circuit. ഇതിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് V ആണ്. ഓരോ കപ്പാസിറ്ററിന്റെ വാല്യൂ C1, C2, C3 ആണെന്ന് ഇരിക്കട്ടെ. ഇനി ഫസ്റ്റ് പോയിന്റ് ഇതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, ഇത് ഓർത്തിരിക്കണം. ഒരു കപ്പാസിറ്ററിൽ സീരീസ് ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കോമ്പിനേഷനിലേക്ക് നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ചാർജ് സ്റ്റോർ ചെയ്യും. ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ചാർജിന്റെ വാല്യൂ സീരീസിലുള്ള എല്ലാ കപ്പാസിറ്ററിലും സെയിം ആയിരിക്കും. ഇതിൽ ക്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇതിലും ക്യൂ ആയിരിക്കും, ഇതിലും ക്യൂ ആയിരിക്കും, ഇതിലും ക്യൂ ആയിരിക്കും. സോ അതാണ് നമ്മൾ ആദ്യം അറിയേണ്ട പോയിന്റ്. V is the applied voltage C1, C2, C3. സെയിം വോൾട്ടേജ് തന്നെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, സെയിം വോൾട്ടേജ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ചാർജിന്റെ വാല്യൂ സെയിം ആയിട്ടിരിക്കും. ഇനി നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ മൊത്തം വാല്യൂ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമുക്കറിയാവുന്ന ജനറൽ ഇക്വേഷൻ Q ഈക്വൽ ടു C ഇൻറ്റു V, C ഈക്വൽ ടു Q ബൈ V. ഒരു കാര്യം ചെയ്യും, ഇവിടെ നമുക്ക് V ഈക്വൽ ടു Q ബൈ C. അപ്പൊ എങ്ങനെയായിരിക്കും? ഇതിൽ ഓരോന്നിലെയും V എന്ന് പറയുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ രൂപപ്പെടും ഇതിനകത്തെ കപ്പാസിറ്റൻസ് അനുസരിച്ച്. ദാറ്റ് V1 ഈസ് ദ വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് കപ്പാസിറ്റർ. V2 ഈസ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ദിസ് ടു പാരലൽ പ്ലേറ്റ് ഓഫ് ദിസ് കപ്പാസിറ്റർ. ആൻഡ് V3 ഈസ് ദ വോൾട്ടേജ് സ്റ്റോർഡ് ഇൻ ദിസ് കപ്പാസിറ്റർ, വോൾട്ടേജ് ഓഫ് ദിസ് കപ്പാസിറ്റർ. അതായത് നോക്കുക, സീരീസ് ആയുള്ള കോമ്പിനേഷനുകളിൽ എല്ലാ കപ്പാസിറ്ററിലെയും ചാർജ് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. ഇത്ര ഓർത്താൽ മതി.
അപ്പൊ നമുക്ക് ഇവിടെ ഡിഫറെന്റ് ആയ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതുന്ന ഒരു കേസ് ഓർക്കുവാണെങ്കിൽ വി ഈക്വൽ ടു ക്യൂ ബൈ സി എന്നെടുക്കും. ശരിയല്ലേ? അപ്പം വി ഈക്വൽ ടു മൊത്തം വോൾട്ടേജ് വി ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. വി എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് ക്യൂ ബൈ സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ കപ്പാസിറ്റൻസിലെ Q1 ബൈ V1 പ്ലസ് Q2 ബൈ V2 പ്ലസ് Q3 ബൈ V3. അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാത്തിന്റെയും ചാർജ് സെയിം ആയതുകൊണ്ട് Q ബൈ V1 പ്ലസ് Q ബൈ V2 പ്ലസ് Q ബൈ V3 ഓർ അയ്യോ തെറ്റിപ്പോയല്ലോ, P ഈക്വൽ ടു Q ബൈ സി. Q ബൈ സി ആയിരുന്നു നമ്മൾ V എഴുതി വെച്ചത്, അതുകൊണ്ടാണ് കേട്ടോ, സോറി. So Q by C equal to Q by C, Q1 by C1 plus Q2 by C2 plus Q3 by C3. നമ്മൾ പറഞ്ഞ് ഒരു സീരീസ് ഓഫ് കപ്പാസിറ്ററിലൂടെ ചാർജ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിന്റെ വാല്യൂ സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ചാർജ് സെയിം ആണെങ്കിൽ എല്ലാത്തിനും Q1 ഈക്വൽ ടു Q2 ഈക്വൽ ടു Q3 Q എന്ന് കൊടുത്താൽ Q ബൈ C1 പ്ലസ് Q ബൈ C2 പ്ലസ് Q ബൈ C3 എടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ബൈ സി. നോക്കിയേ, പിന്നെ Q കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ Q കൊണ്ട് Qനെ വെട്ടിക്കളയാം. സോ 1 ബൈ സി ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ഒന്നുകൂടെ പറഞ്ഞുതരാം. കപ്പാസിറ്ററിന്റെ സീരീസ് കോമ്പിനേഷൻ, 3 കപ്പാസിറ്റർ വിത്ത് കപ്പാസിറ്റൻസ് C1 C2 C3 സീരീസ് ആയിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. P എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അപ്പൊ ആദ്യം ഈ 2 പോയിന്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു കപ്പാസിറ്ററിലേക്ക് സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കപ്പാസിറ്ററിന്റെ കേസിൽ അതിലേക്ക് ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കപ്പാസിറ്റൻസിന്റെയും പാരലൽ പ്ലേറ്റുകൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് തുല്യമായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വോൾട്ടേജ് ഡിഫറൻസ് ആയതുകൊണ്ട് V1 V2 V3 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇത് V1 V2 V3. ചാർജ് എല്ലാത്തിന്റെയും സെയിം ആയതുകൊണ്ട് നമ്മൾ അതിനെ Q, ഇതും Q, ഇതും Q എന്നെടുത്തു. അപ്പൊ നോക്കി, കപ്പാസിറ്റൻസിലല്ലേ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Q ഈസ് ഈക്വൽ ടു CV. ഫീനെ ഈ വശത്ത് നിർത്തി കഴിഞ്ഞാൽ, അതായത് ഏതാണോ വേരിയബിൾ ക്വാണ്ടിറ്റി അത് വെച്ച് ചെയ്യണം എന്ന് ഓർത്താണ്. ഏതാണ് വേരിയബിൾ ക്വാണ്ടിറ്റി? ഇവിടെ പൊട്ടൻഷ്യൽ V. അപ്പം V ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജിലുണ്ടായ വ്യത്യാസം എത്രയുണ്ട്? V1 പ്ലസ് 3ലും വോൾട്ടേജ് വ്യത്യാസമാണെങ്കിൽ ഈ V എന്ന് പറയുന്നത് ഇതിനകത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. അതിന്റെ ഇക്വേഷൻ V എന്ന് പറയുന്നത് Q ബൈ സി ആ. ഇതാണ് നമ്മൾ V എന്ന് എഴുതിപ്പോയത്, അതാണ് തെറ്റിപ്പോയത്. Q ബൈ സി ഈക്വൽ ടു Q1 ബൈ C1 പ്ലസ് Q2 ബൈ C2 പ്ലസ് Q3 ബൈ C3. ഇനി നമ്മൾ പറഞ്ഞ് എല്ലാത്തിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ വാല്യൂ Q ആണ്. അപ്പൊ ഇതെല്ലാം Q ആണ്. ഇവിടെ ഒരു Q ഉണ്ട്, ഇത് 3 Q ഉണ്ട്. ഒരു കോമൺ ആയിട്ടൊരു Qനെ ഇങ്ങ് എടുത്തു കഴിഞ്ഞാല് ഇവിടെ നോക്കിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 ആണ്. ഇതിനെ ഇപ്പുറത്തെ വശത്തുള്ള Q ബൈ സിയിലെ Q കൊണ്ട് നമുക്ക് വെട്ടിക്കളയാം. ഓർ 1 ബൈ സി ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. മനസ്സിലായോ? വളരെ ചെറിയൊരു എക്സ്പ്രഷൻ ആണ്. ഇതൊന്നും മനസ്സിലാക്കി പഠിച്ചിരിക്കണം. കപ്പാസിറ്ററുകൾ സീരീസ് ആണെങ്കിൽ നെറ്റ് കപ്പാസിറ്റൻസ് 1 ബൈ സി ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3.
ഇനി നമുക്ക് നോക്കേണ്ടത് പാരലൽ കോമ്പിനേഷൻ്റെയാണ്. അടുത്തത് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. നോക്കിയേ, C1, C2, C3. Here 3 capacitors are connected parallel to each other. എന്നിട്ട് നമ്മൾ applied a potential or V parallel to this whole capacitor. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ് സീരീസ് ആയിരുന്നപ്പം ഏതായിരുന്നു കോൺസ്റ്റന്റ് ആയിരുന്നത്? ചാർജ് എല്ലാത്തിലും കോൺസ്റ്റന്റും വോൾട്ടേജ് വ്യത്യാസമായിരുന്നു. ഇവിടെ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്കറിയാം, പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ടുകളിൽ വോൾട്ടേജ് ഈസ് എ കോൺസ്റ്റന്റ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വോൾട്ടേജ് എല്ലാ കപ്പാസിറ്ററിലൂടെയും ഉണ്ടാകുന്ന ഓരോ കപ്പാസിറ്ററിലെയും വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എല്ലാ കപ്പാസിറ്ററിലെയും ചാർജ് വ്യത്യസ്തമായിരിക്കും. ചാർജ് ഈസ് ഡിഫറെന്റ് in all capacitors and voltage is same in all capacitors. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ വ്യത്യസ്തമായ ക്വാണ്ടിറ്റി ഏതിനാണ് വ്യത്യാസം വരുന്നത് നോക്കിയപ്പം ചാർജിനാണ്. നമുക്ക് ചാർജിന്റെ എക്സ്പ്രഷൻ എഴുതാം. Q equal to CV, Q equal to Q1 plus Q2 plus Q3. That is a total amount of charge stored in 3 capacitor. ഇനി നമുക്കറിയാം ചാർജ് സ്റ്റോർഡ് ജനറൽ Q is equal to CV equal to ഫസ്റ്റ് വണ്ണിന്റെ C1 ആണ്. വോൾട്ടേജ് is different, so V1. ഇതിന്റെ വോൾട്ടേജ് ഡിഫറെന്റ്, we can take it as V2. Voltage is different, we can take it as V3. So that is equal to C1 V1 plus C2 V2 plus C3 V3. നമ്മൾ പറയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞത് ഒന്നോടെ എടുത്താൽ മതി. 3 കപ്പാസിറ്ററിലൂടെയും ഉണ്ടാകുന്ന വോൾട്ടേജ് വ്യതിയാനം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ C1V plus C2V plus C3V that is equal to ഇവിടെ CV ആണ്. മുമ്പേ പറഞ്ഞ പോലെ V ന് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. C1 plus C2 plus C3. We can cancel this 2V, so finally we obtain it as C equal to C1 plus C2 plus C3. That is an expression for the net capacitance in a parallel combination. Parallel combination C is equal to C1 plus C2 plus C3, and the voltage in all capacitors are same. The charge is different. Different ആയതിനെ എടുക്കുക. Q is equal to CV, Q equal to Q1 plus Q2 plus Q3, CV equal to C1 V1 plus C2 V2 plus C3 V3. V സെയിം ആയതുകൊണ്ട് V നെ V കൊടുത്തു, V നെ കോമൺ ആയിട്ട് എടുത്തു, ക്യാൻസൽ ചെയ്യുക. So finally we obtain C is equal to C1 plus C2 plus C3. മനസ്സിലായല്ലോ? എഴുതിയെടുത്തേ. ഈ ചോദ്യം ചെയ്യാം. കൺസിഡർ 2 capacitors of കപ്പാസിറ്റൻസ് തന്നിരിക്കുകയാണ്. ഒരെണ്ണത്തിന്റെ 2 മൈക്രോഫാരഡ്, രണ്ടാമത്തവന്റെ 5 മൈക്രോഫാരഡ്. വാട്ട് ആർ ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് that can be obtained by combining them. നമ്മൾ ഈ കമ്പൈനിങ് them നോക്കിയ കപ്പാസിറ്ററുകളെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസും മിനിമം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസും എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പൊ നമുക്കറിയാം കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 1/C equal to 1/C1 plus 1/C2. പാരലൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ C equal to C1 plus C2. അപ്പൊ നോക്കിയേ, ഒരു കപ്പാസിറ്റർ എടുത്ത് അതിന്റെ റെസിപ്രോക്കൽ എടുത്തു, അതാണ് അതിന്റെ മിനിമം വാല്യൂ. C equal to 2 കപ്പാസിറ്റർ വാല്യൂടെ കൂട്ടിയെടുത്തു. അപ്പൊ C1 plus C2 അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നതാണ് ദ മാക്സിമം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഓർ C max.
then C minimum equal to, or min minimum is equal to 1 by C equal to 1 by C1 plus 1 by C2. ഇവിടെ 1 by C equal to 1 by C1 plus 1 by C2 ആട്ടോ. അത് പ്രത്യേകം ഓർക്കണം. വെച്ചാൽ അവസാന ഇക്വേഷനിൽ C കാണാൻ റെസിപ്രോക്കൽ എടുക്കണം. ഇവിടെ നമുക്കറിയാം രണ്ടെണ്ണോട് കൂട്ടിയാൽ മതി. 2 plus 5 that is equal to 7 microfarad. That is a maximum value. Here 1 by C equal to 1 by 2 plus 1 by 5. That is equal to 5 plus 2 divided by 10. That is equal to 7 by 10. That is equal to 1 by C. Therefore, C equal to 10 divided by 7. എപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇവിടെ. ഇവിടം വരെ നമ്മൾ എല്ലാം ചെയ്ത് ശരിയാക്കിക്കൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ റെസിപ്രോക്കൽ കാണാതിരിക്കും. അപ്പൊ അവസാനം ഉത്തരവും തെറ്റിപ്പോവും. അതാണ് അതിന്റെ കുഴപ്പം. സോ സീരീസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ 1 by സിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്തു വരുന്നത്. 1 by C ചെയ്ത് വരുന്ന കഴിയുമ്പോഴത്തേന് നമുക്ക് അവസാനം 1 by സിയുടെ ഒരു വാല്യൂ കിട്ടും. സോ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 divided by 7. That is equal to എത്രയാന്ന് എഴുതിക്കേ. So that is value is equal to 1.4285. That much of microfarad. ഇങ്ങനത്തെ ചോദ്യമായിട്ട് തരും. അപ്പം പടം വരച്ചല്ല സീരിയസ് ആണ് പാരലാന്ന് പറഞ്ഞൊന്നും വരികയല്ല ചോദ്യങ്ങളില്. നമ്മൾ ചോദ്യം വായിച്ചിട്ട് വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഇവിടെ നമുക്ക് മനസ്സിലാകും കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സീരിയസും പാരലേ പറ്റുള്ളൂ. സീരിയസ് ആയി കഴിയുമ്പോൾ 1 by C, that is the minimum. പാരലൽ ആയി കഴിയുമ്പോൾ മാക്സിമം C equal to C1 plus C2. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് ക്ലാസ് വൈൻഡ് ചെയ്യാം. കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, Q equal to CV, C equal to epsilon 0 A by D, then combination of capacitor അതിന്റെ പ്രോബ്ലം. അത്രയും നന്നായിട്ട് നോക്കി പഠിച്ചിട്ട് വേണം കേട്ടോ.